കുളത്തിലൊരു കൂട്ടം തവളകൾ കൂടി ഇങ്ങനെ ഇരുന്നിങ്ങനെ കഥ പറഞ്ഞുണ്ട്. എല്ലാ ദിവസവും അമ്മ തവള കുഞ്ഞു തവളകൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. എല്ലാ ദിവസവും കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരേ കഥ തന്നെയാണ്. ഇതൊക്കെ മാവിൻ്റെ കൊമ്പിലിരുന്ന് കൊണ്ടൊരു കൊറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളെ കൊക്കിന് ദേഷ്യം പിടിച്ചിട്ട് 4-5 ദിവസം കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ട് ഈ അമ്മത്തവളയും കൊത്തിയിട്ട് ഒരു പോക്ക് പോകുന്നുണ്ട്. ആകാശത്തിലൂടെ വട്ടം കറങ്ങി കാടും മലകളൊക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ച് കൊക്കിനെ തവളയെ തൻ്റെ കുളത്തിലിട്ട് കൊടുത്തു. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഒരു കുളത്തിൽ ജീവിക്കുന്ന ജീവികളെ പോലെയായി. നമ്മൾ പുറം ലോകം അറിയുന്നില്ല. നമ്മൾ പഴയ കഥകളും പഴയ ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് ബാല്യകൗമാരങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും എന്താകുന്നില്ല, ആപ്റ്റാകുന്നില്ല. അതൊക്കെ എവിടെയോ എന്തായി പോകുന്നു, എവിടെയോ മിസ്സായി പോവുകയാണ്. നമ്മളൊക്കെ അപ്ഡേറ്റഡ് ആകേണ്ടതുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകുന്നുള്ളൊരു പ്രയോഗമുണ്ട്. നമ്മൾ കാലത്തിനനുസരിച്ച് കൊണ്ട് കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിച്ചുകൊണ്ട് കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന രക്ഷിതാക്കളാകേണ്ടതുണ്ട്. എന്നാണ് ഏത് കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിയും. അവരുടെ ഭാഷ മാറിയിട്ടുണ്ട്, അവരുടെ രീതി മാറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെന്താ പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ പറയുന്ന ഡയലോഗ് എന്താ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടൊരു വാക്ക് ചിലപ്പോൾ 2024-25 തന്ത വൈബ് അല്ല തള്ള വൈബ് എന്നാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആ തരത്തിലാണ് കുട്ടികൾ അതിന് പ്രതികരിക്കുക. അപ്പോൾ ആ തന്ത വൈബും തള്ള വൈബുമല്ല എൻ്റെ ഉമ്മയും വാപ്പയും എന്ന് ബോധ്യമാകണമെങ്കിൽ ഈ കാലത്തെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ആ കാലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നന്മകളെയും നമ്മൾ സ്വീകരിക്കുകയും തിന്മകളെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുകയും വേണം. ഈ ബാല്യ കൗമാരകാലം ആരൊക്കെയാണ് അവരെ സ്വാധീനിക്കപ്പെടുന്നതെന്നുള്ളത് എത്ര പേർക്ക് അറിയാം? നിങ്ങളെ കുട്ടികളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ വഴിയറിയാതെ ഏതെങ്കിലും ഇരുളകങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്നത്. അത് കുടുംബമാകാം, സുഹൃത്തുക്കളാകാം, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുമാകാം, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകളും സിനിമകളുമാകാം, പഠനഭാരങ്ങളാകാം. ഇങ്ങനെ കുറേ കാരണങ്ങൾ, അല്ലാണ്ട് ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടി അപ്പടങ്ങ് തകർന്ന് തരിപ്പണായി പോകുന്നില്ല.